ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 22-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ തിരുവചനം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, സങ്കീർത്തകൻ്റെ ഈ സങ്കട വിചാരങ്ങളെ, ജീവിത പ്രതിസന്ധിയെ കൈകാര്യം ചെയ്യാനുള്ള ഹൃദയത്തിൻ്റെ ദാഹത്തെ ഞങ്ങളുടേതായി പകർത്തുന്നു. കൽവരിയുടെ ആത്മസമർപ്പണത്തിൻ്റെ നിമിഷങ്ങളിൽ ക്രിസ്തു പറഞ്ഞ ഈ പ്രാർത്ഥന ഞങ്ങളുടെ പ്രാർത്ഥനയാകുമ്പം പരിഹാരത്തിൻ്റെ വഴി തേടാൻ ഈ വചനവിചിന്തന വഴികളിലൂടെ ഞങ്ങൾ അനുഗ്രഹിച്ചാലും, പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം ഞങ്ങൾ തേടുന്നു. വചനം ഹൃദയത്തിൽ, ജീവിതത്തിൽ സ്വീകരിച്ച് ധ്യാനപൂർവം വ്യാപരിക്കാൻ അഭിഷേകം നൽകാൻ അമ്മ പ്രാർത്ഥിക്കണേ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഏറെ പരിചിതമായൊരു തിരുവചനമാണ്. സങ്കീർത്തകൻ തൻ്റെ ജീവിതം ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പം, എല്ലാ വിധത്തിലും ഒറ്റയാക്കപ്പെടുമ്പം, മുൻപോട്ടുള്ള യാത്ര സാധ്യമല്ലാതെ വരുമ്പം ചങ്കുപൊട്ടി ദൈവത്തെ ഹൃദയം ചേർത്ത് പിടിച്ചുകൊണ്ട് വിളിച്ചപേക്ഷിക്കുകയാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? ദൈവം മാത്രം അഭയമാണെന്നും ദൈവത്തിലാണ് ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധയുണ്ടാകേണ്ടതെന്നും ആവർത്തിച്ചിങ്ങനെ ജീവിതത്തെ ബോധ്യപ്പെടുത്തിയ ഒരു മനുഷ്യൻ അവസാനം പ്രതിസന്ധികളിങ്ങനെ വാനോളം ഉയർന്നു നിൽക്കുമ്പോഴും പിടിവിടാതെ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമാണ് ക്രിസ്തു ഇതേ ചോദ്യം. ഏറെ സങ്കടത്തോടെ, എന്നാൽ ദൈവിക പദ്ധതികൾ പൂർണ്ണമായി തന്നിലൂടെ നിറവേറ്റപ്പെടുക എന്ന ലക്ഷ്യത്തോടു കൂടെ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും സമാനമായ സങ്കടാനുഭവങ്ങളിലൂടെ ജീവിതത്തിൽ കടന്നു പോകാറുണ്ട്. എല്ലാ മനുഷ്യൻ്റെ ജീവിതത്തിലും ഇങ്ങനെ ചില വിലാപങ്ങളുടെ, ചില കണ്ണുനീരിൻ്റെ, ആർക്കും വേണ്ടാതായതിൻ്റെ അനുഭവങ്ങൾ, ഒറ്റയാക്കപ്പെട്ട അനുഭവങ്ങൾ, തെറ്റിദ്ധരിക്കപ്പെട്ടും രോഗം മൂലമോ മറ്റേതെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ മൂലമോ യാത്ര സാധ്യമല്ലാത്ത വിധം വഴിമുട്ടിയ അനുഭവങ്ങൾ ഉണ്ടാകുമ്പം ഹൃദയാന്തരാളത്തിൽ ഉയരുന്നൊരു പ്രാർത്ഥന സമാനമാണ്. ഒരുപക്ഷെ ഇത് തന്നെയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ പോലും എന്നെ ഉപേക്ഷിച്ചു? ഈ വചനത്തെ നമ്മൾ ആഴത്തിലൊന്ന് ധ്യാനമാക്കി കടന്നു പോകുമ്പം ആത്മീയ പിതാക്കന്മാർ പറയണത്, ഓരോ വിലാപത്തിൻ്റെ പുറകിലും സങ്കടങ്ങൾക്ക് പുറകിലും ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ചില ആത്മീയ രഹസ്യങ്ങളുണ്ട്. ഈ ആത്മീയ രഹസ്യങ്ങളെ നമ്മളൊന്ന് നന്നായി മനസ്സിലാക്കിയാൽ ഇത്തരം സങ്കടങ്ങൾ അതിജീവിക്കാനുള്ള അസാമാന്യമായ അഭിഷേകത്തിലേക്ക് നമ്മൾ വളരും. വിശുദ്ധ ജീവിതങ്ങളൊക്കെയും ഈ സങ്കടത്തിൻ്റെ പുറകിലും വിലാപത്തിൻ്റെ പുറകിലും ദൈവം ഒരുക്കി വെച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച്, അതിനപ്പുറമുള്ള ഒരു ദൈവികമായ ദർശനത്തെക്കുറിച്ച്, ജീവിതം ഇങ്ങനെ സഹനത്തിലൂടെ, നൊമ്പരത്തിലൂടെ കടന്നു പോകുമ്പോഴും ദൈവം ഒരുക്കിയ അസാമാന്യമായിട്ടുള്ള, വർണ്ണനാതീതമായിട്ടുള്ള അനുഭവങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ അവരെ പ്രതികൂലങ്ങളെ അനുകൂലങ്ങളാക്കാൻ, പ്രതിസന്ധിയെ ശക്തമായിട്ട് അതിജീവിക്കാൻ കരുത്തുള്ളവരാക്കി മാറ്റി. അങ്ങനെയെങ്കിൽ ആ വിശുദ്ധ ജീവിതങ്ങളും ആത്മീയ ഇടങ്ങളുമൊക്കെ നമുക്കായി പകരുന്ന ഈ വിലാപത്തിൻ്റെ, സങ്കടത്തിൻ്റെ പാഠങ്ങളിൽ നാം ഒരു അന്വേഷണം നടത്തിയാൽ, അതിലൂടെ നമ്മളൊരു തീർത്ഥാടനം നടത്തിയാൽ ഈ വിഷയത്തെ കുറേയും കൂടെ നമുക്ക് സ്വീകാര്യവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ വിലാപത്തോടും സങ്കടത്തോടും ബന്ധപ്പെട്ട പ്രത്യേകത അതൊരു പ്രാർത്ഥനയാണ്. ഏറ്റവും സുന്ദരമായൊരു പ്രാർത്ഥനയാണ് കണ്ണീരിൻ്റെ പ്രാർത്ഥന, വിലാപത്തിൻ്റെ പ്രാർത്ഥന. അതെങ്ങനെ അകത്തു നിന്നും നമ്മളറിയാതെ നിർഗമിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ എന്നും എപ്പോഴും ഇങ്ങനെ പ്രതിസന്ധികളൊക്കെ എത്തുമ്പം മനസ്സ് നിറഞ്ഞ്, ഹൃദയം പൊട്ടുമാറ് ഒന്ന് കരയാൻ കഴിയുക. അതൊരു പ്രാർത്ഥനയാണ്. നമ്മളറിയാതെ ഹൃദയത്തിൽ നിന്ന് സ്വരവും അതിനകത്ത് നിന്ന് കണ്ണീരും ഒക്കെ പുറത്തേക്ക് വരികയാണ്. ഈ കണ്ണീരെന്ന് പറയണതും വിങ്ങലെന്നൊക്കെ പറയുന്നതും തമ്മിൽ വ്യത്യാസം നമ്മൾ കേട്ടിട്ടില്ലേ? കണ്ണീരെന്ന് പറയണത് അകത്തിങ്ങനെ അസ്വസ്ഥതകൾ വല്ലാണ്ട് കൂടിക്കഴിയുമ്പം അത് അണപൊട്ടി കണ്ണുനീരായിട്ട് പുറത്തേക്ക് വരികയാണ്. ഈ വിങ്ങലെന്നൊക്കെ പറയണത് അതിങ്ങനെ അകത്തേക്ക് ഒതുങ്ങുകയാണ്, അതൊട്ടും പുറത്തേക്ക് വരുന്നില്ല. ഗ്യാസ് ചേമ്പറിനകത്ത് മരിക്കാനായിട്ട് ഹിറ്റ്ലർ നിയോഗിക്കപ്പെട്ട ഒരു പട്ടാളക്കാരൻ, അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വിളിച്ചു പറയുന്നൊരു ചോദ്യമുണ്ട്, എനിക്കൊന്ന് നിലവിളിക്കാൻ അനുവാദം തരുമോ?
അപ്പം നിലവിളിയിലൂടെ ഈ അകങ്ങളിൽ കെട്ടിക്കിടക്കുന്ന ഒരുപാട് പ്രതിസന്ധികൾക്ക് അല്ലെങ്കിൽ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് സ്വഭാവേന പരിഹാരം ഉണ്ടാവും. അതുകൊണ്ടാണ് മരിച്ച ഇടങ്ങളിലൊക്കെ കരയാതിരിക്കുമ്പം അത് കൂടുതൽ അപകടകരമാണ്. കരഞ്ഞ പകുതി പ്രശ്നം അല്ലെങ്കിൽ നല്ലൊരു ശതമാനം പ്രശ്നം പരിഹരിക്കപ്പെടും. ഓരോ വിശ്വാസിയും ഈ നിലവിളിയെ ഒരു പ്രാർത്ഥനയായി കാണാൻ പഠിച്ചാൽ, അതുകൊണ്ടാണ് ഗുരുക്കന്മാരൊക്കെ പറഞ്ഞു വയ്ക്കുക, രോഗപീഠകൾ കൊണ്ട് വല്ലാതെ ഞെരുങ്ങുന്ന മനുഷ്യർക്ക് ആരും കാണാതെ ദൈവം മാത്രം കാണുന്ന ഇടങ്ങളിൽ ഒരു കരയാനുള്ള ഇടമുണ്ടാവണം. അങ്ങനെയൊക്കെ ചില പാരമ്പര്യങ്ങളിലൊക്കെ പറയാറുണ്ട്. ചില സങ്കടങ്ങളെ പെയ്തിറക്കാനുള്ള ഇടങ്ങളൊക്കെ സന്യാസ ഭവനങ്ങളിൽ, ഈ പ്രാർത്ഥനാ കൂടാരങ്ങളിലൊക്കെ ഉണ്ട്. നിത്യാരാധന ചാപ്പലിലൊക്കെ പോയി ചില മനുഷ്യർ സാഷ്ടാംഗം വീണ് കരയുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ ആ കരച്ചിലാണ് പ്രാർത്ഥന. ഒന്നാമത്തെ കാര്യവത ഈ കണ്ണീര്, ഈ വിലാപം ഒരു പ്രാർത്ഥനയാണ്. രണ്ടാമത് വിലാപത്തിൻ്റെ പ്രത്യേകതയായിട്ട് ആത്മീയ പിതാക്കന്മാരൊക്കെ പറയുക, വിലാപം അവരൻ്റെ ഹൃദയത്തെ തൊടുന്ന ഒരു രീതിയാണ്. ഒരുവൻ്റെ കണ്ണീര് വഴിയായിട്ട് അകത്തു നിന്നും സങ്കടം ഇങ്ങനെ അണപൊട്ടി ഒഴുകുമ്പം അത് മറ്റൊരുവൻ്റെ ഹൃദയത്തെ തൊടാൻ അതുമൂലം ഇടവരും. അതുകൊണ്ടാണ് ഒരാൾ നമ്മുടെ മുമ്പിൽ നിന്ന് കരഞ്ഞു കഴിയുമ്പം അറിയാതെ തെല്ലു മനസ്സാക്ഷിയുള്ളവർക്ക് മനസ്സലിവിനത് കാരണമായിട്ട് മാറും. സങ്കടങ്ങളൊക്കെ ഇങ്ങനെ ഹൃദയത്തിൽ എന്ന് പറയുമ്പം നമ്മളെ അത് വല്ലാതെ ഭാരപ്പെടുത്തും. മക്കൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കാനില്ലെന്നും അവർ കഴിഞ്ഞ നാളുകളിലൊന്നും ആവശ്യമുള്ളതൊന്നും കഴിക്കാൻ ഇടയായിട്ടില്ലെന്നുമൊക്കെ ഒരമ്മ ഇങ്ങനെ ചങ്കിയെന്ന് പറയുമ്പം കണ്ണ് നിറയുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ കാണാവുന്നത്ര സുന്ദരമായിട്ടല്ലെങ്കിൽ നിറവാർന്ന് കാണാൻ ഒന്നും പറ്റുന്നില്ല. എങ്കിലും പെട്ടെന്ന് നമുക്ക് ആ ഒരു സങ്കടത്തോട് സമരസപ്പെടാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് അപരൻ്റെ ഹൃദയത്തെ തൊടുന്ന ഒരു ആത്മീയത, ഒരു പ്രാർത്ഥന, ഒരു ചൈതന്യം എന്ന് ഇതിനെ വിളിക്കുന്നത്. ലാസറിൻ്റെ കുഴിമാടത്തിൽ പോയിട്ട് നമ്മുടെ തമ്പുരാൻ ഇങ്ങനെ വല്ലാണ്ട് വെങ്ങിപ്പൊട്ടുന്നുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ടവൻ, തനിക്ക് പ്രിയപ്പെട്ട ഒരു കുടുംബം, ജീവിതത്തിൻ്റെ അതിനിർണായക ഘട്ടത്തിൽ പോലും അതിലൂടെ ഒന്ന് കടന്നു പോകാൻ ശ്രദ്ധിച്ചിരുന്ന മർത്ത, മറിയം സഹോദരിമാരും ലാസറും ഒക്കെ അടങ്ങുന്ന ഒരുപാട് ഹൃദയത്തിനിണങ്ങിയ കുടുംബം വല്ലാതെ ഒരു നഷ്ടത്തിലൂടെ കടന്നു പോകുമ്പം ക്രിസ്തു വളരെ കൃത്യമായിട്ട് കണ്ണു നിറയുന്ന, ചങ്ക് പൊട്ടുന്ന അല്ലെങ്കിൽ കണ്ണീർ വാർക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. വളരെ പ്രിയപ്പെട്ടവനാണ് അവനെന്ന് ലോകത്തെ കാണിക്കാൻ വേണ്ടി, ചുറ്റുപാടിൻ്റെ ഹൃദയത്തെപ്പോലും കണ്ണുകളെപ്പോലും നനയ്ക്കാൻ വേണ്ടി. അതുകൊണ്ട് രണ്ടാമത്തെ വിചാരം അതാണ്. വിലാപം അവരൻ്റെ ഹൃദയത്തെ തൊടുന്ന രീതിയാണ്. മൂന്നാമത്തെ ഒന്ന്, കണ്ണുനീർ ഹൃദയത്തിൻ്റെ ഉറവകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകും. കണ്ണീര് നമ്മളറിയാതെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉറവകളിലേക്ക്, ഉറവക്കണ്ണുകൾ തുറക്കാനായിട്ടിടയാവും. കരയാനൊക്കെ പഠിക്കണം ജീവിതത്തിൽ. അപ്പോൾ വെറുതെ കരയല്ല, കണ്ണിൽ പൊടി പോയത് കൊണ്ട് കണ്ണുനീര് വരുന്ന കഥയുമല്ല പറയണത്. എന്നാൽ ഇങ്ങനെ ചുറ്റുപാടുകളെയൊക്കെ ഈ സാഹചര്യങ്ങൾക്ക് ആനുപാതികമായിട്ട് നമുക്കൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഭാവമുണ്ടല്ലോ. സന്യാസിയുടെ കഥയൊക്കെ വായിച്ചു. ഒരു കുടുംബത്തിൻ്റെ സങ്കടം കണ്ടപ്പം ആ മനുഷ്യൻ്റെ ഒരു കണ്ണ് നിറയുന്നു, മറ്റേ കണ്ണ് നിറയുന്നില്ല. അദ്ദേഹം ആ നിറയുന്ന കണ്ണ് അതുകൂടെ കുത്തിപ്പൊട്ടിച്ചെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല അതിൻ്റെ അർത്ഥം. ഒരു മനുഷ്യൻ്റെ സങ്കടം കാണുമ്പം നിറയുന്ന കണ്ണ് തീർച്ചയായിട്ടും അനുഗ്രഹത്തിൻ്റെ കണ്ണാണ്. അപ്പം അതുപോലും എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കുക. അത് തെല്ല് കഠിനമാണെന്നൊക്കെ നമുക്ക് ചിന്തയിൽ തോന്നിയാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ കാഴ്ചയെ, ഈ കണ്ണുനീരിനെ കുറേയും കൂടെ ആർദ്രതയുടെ ഒന്നായിട്ട് കാണാൻ പഠിക്കണം. ഉറവകളിലേക്ക് എത്താൻ കണ്ണീരിനെ കഴിയൂ, അകങ്ങളിലേക്ക് എത്താൻ കണ്ണീരിനെ കഴിയൂ. മാനസാന്തരപ്പെട്ട അഗസ്റ്റിൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ മോനിക്ക പുണ്യവതി കൃത്യതയോടുകൂടിയിട്ട്, വളരെ കൃപയോടുകൂടിയിട്ട് ലോകത്തോടിങ്ങനെ വിളിച്ചു പറയുന്നില്ലേ? ആ മകൻ്റെ ജീവിതത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി അമ്മയൊഴുക്കിയ കണ്ണുനീര്. അതായത് ഈ കണ്ണുനീര്, ആ മാനസാന്തരം എന്ന് പറയുന്ന ഒരുവൻ്റെ ജീവിതത്തിൻ്റെ ഉറവക്കണ്ണിയോളം എത്തും. നമ്മളൊക്കെ കരയുമ്പം കണ്ണീർ കുപ്പിയിൽ ശേഖരിക്കുന്ന തമ്പുരാൻ്റെ ഓർമ്മകളൊക്കെ, വചനത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളൊക്കെ ചങ്കിലുണ്ടെങ്കിൽ പിന്നെന്തിനാ ഭയപ്പെടുന്നത്? അതുകൊണ്ട് തന്നെയാണ് കിണറിൻ്റെ പ്രത്യേകതയായിട്ട് പറയണത് അതിങ്ങനെ ഉറവയിലേക്കുള്ള എത്തിനോട്ടം എന്നൊക്കെയാണ് പറയുക. കിണറെന്ന് പറയണത് പ്രത്യക്ഷത്തിൽ കരയിൽ നിന്നിങ്ങനെ താഴ്ത്തി താഴ്ത്തി, പ്രത്യേകിച്ചും കുഴൽക്കിണർ കൂടെ ആകുമ്പം നമുക്ക് സങ്കല്പിക്കാൻ പോലും ആവില്ല.
ചിലയിടങ്ങളിലൊക്കെ 500, 600 അതിലുമേറെ താഴെയുള്ള ഉറവക്കണ്ണികളെ കൃത്യമായിട്ട് കണ്ടെത്തിയിട്ട് അതിലേക്കിങ്ങനെ തുരന്നങ്ങ് ചെല്ലുകയാണ്, അങ്ങ് അടിത്തട്ടോളം എത്തുകയാണ്. അപ്പം കിണർ ഉറവക്കണ്ണികളിലേക്കുള്ള തുറവിയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ഈ കണ്ണീര്, സങ്കടം അല്ലെങ്കിൽ വിലാപത്തിൻ്റെ അനുഭവങ്ങൾ എത്തിക്കുന്നത് ഈ മൂന്നാമത്തെ ഹൃദയത്തിൻ്റെ ഉറവുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്കാണ്. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തേത്, വിലാപങ്ങളും കണ്ണീരും ഒരു പ്രാർത്ഥനയാണെന്ന് മറക്കരുത്. 2, വിലാപം അവരൻ്റെ ഹൃദയത്തെ തൊടും, മറ്റൊരാളെ അത് വല്ലാതെ സ്വാധീനിക്കും. 3-മത്തേത്, ഹൃദയത്തിൻ്റെ ഉറവുകളിലേക്ക് എത്തുന്ന ഒന്നാണ് ഈ കണ്ണീരിൻ്റെ സാധ്യത. 4-മത്തെ ഒരു കാര്യം, അതൊരു പശ്ചാത്താപത്തിൻ്റെ പ്രതീകമാണ്. ഉള്ളിലിങ്ങനെ പാപത്തെക്കുറിച്ചും വഴിമാറലുകളെക്കുറിച്ചുമുള്ള ബോധ്യങ്ങൾ വന്നു കഴിയുമ്പം എടുത്ത തീരുമാനം തെറ്റിയെന്നും ചുവടുകൾ ഇടറിയെന്നും ചിലപ്പോഴൊക്കെ എനിക്ക് സംഭവിച്ചത് അത്ര ശുഭകരമായിരുന്നില്ലെന്നുമൊക്കെ അറിയുമ്പം പശ്ചാത്തപിക്കുകയാണ്, തെറ്റിപ്പോയെന്ന് ഏറ്റുപറയുകയാണ്. ആ തെറ്റിപ്പോകലുകളെ ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യൻ്റെ മുമ്പിൽ, ചില ആളുകളൊക്കെ തെറ്റ് ചെയ്ത് കഴിയുമ്പോഴും അവരിൽ ഒരു മുഖഭാവ വ്യത്യാസവും കാണുന്നില്ല. ചില കുട്ടികളൊക്കെ പ്രത്യേകിച്ചും ഇപ്പോഴത്തെ പുതിയ തലമുറ നമ്മളെ ഭാരപ്പെടുത്തുന്ന അങ്ങനെയല്ലേ, തെറ്റ് ചെയ്തു ചൂണ്ടിക്കാണിക്കുമ്പം അവരുടെ മുഖഭാവത്തിൽ വരുത്തുന്ന വ്യത്യാസം ചിലരൊക്കെ വളരെ നെഗറ്റീവാണ്. എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ച അനുഭവങ്ങളൊക്കെയുണ്ട്. ജീവിതത്തെക്കുറിച്ചും ഈ പോക്കത്ര പന്തിയല്ലെന്നുമൊക്കെ പറയുമ്പം മുഖത്ത് ഒരു ഭാവ വ്യത്യാസം ഉണ്ടാവുന്നില്ല, ഒരു തുള്ളി കണ്ണീര് പോലും പൊടിയുന്നില്ല. മാതാപിതാക്കളിങ്ങനെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. മകൻ എല്ലാ തരത്തിലുമുള്ള അരുതായ്മകളിലൂടെ കടന്നു പോകുന്നു. ലഹരി വസ്തുക്കൾ വിൽപ്പനയും വാങ്ങലും ഉപയോഗവും കൊണ്ട് കുടുംബത്തിൻ്റെ മുഴുവൻ സ്വസ്ഥതയും കെടുത്തുന്നു. സങ്കല്പിക്കാൻ കഴിയാത്ത വിധമുള്ള ദുരിതത്തിലൂടെ ആ കുടുംബം കടന്നു പോകുന്നു. അത്രയെല്ലാം സംഭവിച്ചിട്ടും അപ്പനും അമ്മയും രാപകലിനെയും കഷ്ടപ്പെട്ട് അധ്വാനിച്ചൊരു വീട് പണിതും സമാധാനത്തോടെ അവിടെ ജീവിക്കാൻ വരണില്ല. അങ്ങനെ എല്ലാ വിധത്തിലും അസ്വസ്ഥത കൊണ്ട് വിങ്ങിത്തിങ്ങി നിൽക്കുന്ന ഒരു കുടുംബം. മകൻ എപ്പോൾ വരുന്നുവെന്നറിയില്ല, എന്ത് കാണിക്കുമെന്ന് ഉറപ്പില്ല. പാതിരാ കഴിഞ്ഞിട്ടും അവനെ പ്രതീക്ഷയോടെ കാത്തുനിന്നും രോഗിയായി മാറിയ അമ്മ. ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും ഇതെല്ലാം പറഞ്ഞിട്ടും പറയുന്നത് നമ്മുടെ ചങ്കു പൊട്ടുമ്പം ഉള്ളിങ്ങനെ വല്ലാണ്ട് നൊമ്പരപ്പെട്ട് നമുക്ക് കണ്ണീര് വരുമ്പം അവനിങ്ങനെ നിർനിമേഷനായിട്ട് എന്തോ വലിയ സംഭവം കീഴടക്കിയതുപോലെ, എവറസ്റ്റ് കീഴടക്കിയതുപോലെ നിൽക്കുക. ഇതൊരു സങ്കടകരമാണ്. അതുകൊണ്ടാണ് പറയണേ, അതൊരു പശ്ചാത്താപത്തിൻ്റെ അടയാളമാണ് കണ്ണീരെന്ന് പറയണത്. 5-മത്തെ കാര്യം, കണ്ണീര് ശുദ്ധീകരിക്കാൻ കഴിവുള്ള ഒന്നാണ്. കണ്ണിനെ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം, കണ്ണിനകത്തൊരു പൊടി കയറിയാൽ ഇത്ര ശാസ്ത്രീയമായിട്ട്, ഇത്ര സിസ്റ്റമാറ്റിക്കായിട്ട് ദൈവം രൂപപ്പെടുത്തിയത് അല്ലേ. അതിന് പുരികവും കൺപീലികളും അങ്ങനെ അതിസുരക്ഷിതമായ ഇടങ്ങളിലൊക്കെ അതിനെ അല്പമൊന്ന് ആ മേൽത്തട്ടിൽ നിന്ന് ഒതുക്കി താഴ്ത്തിയൊക്കെ വളരെ മനോഹരമായിട്ട് മുകളിൽ നിന്ന് വെള്ളം ഒഴുകി ഇറങ്ങിയാലും അത് കൺപുരികത്തിൽ നിൽക്കണം. ഇനി അഥവാ വേറെന്തെങ്കിലും വന്നാൽ അത് കൺപീലിയിൽ തട്ടണം. ഇനി എന്തെങ്കിലും ഒരു പൊടിപടലം ഇതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ അതിനെ കഴുകി ശുദ്ധമാക്കാൻ കഴിയുന്ന ഒരു കണ്ണീര് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു അസാമാന്യമായിട്ടുള്ളൊരു യന്ത്രം. അതുകൊണ്ടാണ് കണ്ണീര് ശുദ്ധീകരിക്കാൻ കഴിവുള്ളതാണ്. ഈ കണ്ണീരിൻ്റെ ഇടങ്ങളിലൂടെ ഒരു വിശ്വാസിക്ക് കടന്നു പോകാൻ കഴിഞ്ഞാൽ, നമുക്കൊക്കെ വേണ്ടി ആരെങ്കിലുമൊക്കെ ദൈവത്തിന് മുമ്പിൽ കണ്ണീരോട് കൂടിയിട്ട് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ജീവിതം രക്ഷപ്പെട്ടു. ചെറുപ്പക്കാരോടൊക്കെ ഞാൻ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്, മക്കളെ, ഈ മാതാപിതാക്കൾ പൊഴിക്കുന്ന കണ്ണീര് മക്കളുടെ ജീവിതം സുരക്ഷിതമാകുവോളം അപ്പനും അമ്മയും ഇങ്ങനെ മുട്ടുകുത്താനും കൈവിരിക്കാനും കണ്ണീരോടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പ്രാർത്ഥിക്കാനും ഒക്കെ ജീവിതത്തിൽ തീരുമാനമെടുക്കുമ്പം അതിന് വല്ലാത്ത വിലയുണ്ട്. അതിനെ അവഗണിച്ചാൽ സ്വർഗമേറെ ഗൗരവത്തോടെ ദൈവമേറെ പ്രിയമായി കാണുന്ന ഒന്നാണല്ലോ കണ്ണീര്. അതുകൊണ്ട് ഓരോരുത്തരും ചോദിക്കണം, ആരുടെയെങ്കിലുമൊക്കെ കണ്ണീര് വീഴുന്ന ജീവിതമായിട്ട് എൻ്റെ ജീവിതം മാറുന്നുണ്ട്. ശുശ്രൂഷ മേഖലയിലൊക്കെ ആളുകളെ കണ്ടുമുട്ടുമ്പം ജീവിതം ഇങ്ങനെ പ്രതിസന്ധിയിലെത്തിയതിൻ്റെ പുറകിലെ കാരണം തേടുമ്പം തമ്പുരാൻ പലയാവർത്തി പറഞ്ഞൊരു കാര്യം, ആരുടെയൊക്കെയോ കണ്ണുനീര് വീണതാണ് കാരണമായത്. ചില ആളുകളിങ്ങനെ വാക്കുകൊണ്ട് ഒരുപാട് ജീവിതങ്ങളെ മുറിപ്പെടുത്തി കണ്ണീര് വീഴ്ത്തും. വേറെ ചില ആളുകളിങ്ങനെ അന്യായത്തിൻ്റെ വഴികൾ, അതിക്രമത്തിൻ്റെ വഴികൾ, അനീതിയുടെ വഴികൾ. കഴിഞ്ഞ ദിവസം തന്നെ വലിയ സങ്കടം തോന്നുന്നൊരു കാര്യം, ഒരു മനുഷ്യൻ്റെ പറമ്പിൽ ഉണ്ടായിരുന്ന കുറേ മരം ഒരാൾ വാങ്ങിച്ച് 20,000 രൂപയുടെ മറ്റോ മരം വാങ്ങി.
എന്നിട്ട് ഈ പാവം മനുഷ്യന് അദ്ദേഹത്തിന് 2000 നോട്ട് നിരോധിച്ച കഥ പോലും അറിയത്തില്ല. ആ മനുഷ്യന് ഈ 2000 നോട്ട് കൊടുത്തിട്ടാണ് ഈ മനുഷ്യൻ കടന്നുപോയത്. ഇത്രയ്ക്ക് ക്രൂരമായിട്ടൊക്കെ ചിന്തിക്കാൻ കഴിയുമോ? എന്നുവെച്ചാൽ അത്തരം കണ്ണീര് വീഴ്ചകളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ അടിത്തറകളെ സമൂലനാശം വരുത്തും. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വ്യാപാരങ്ങൾ, അതിനോട് ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങളുടെ ഭാഗമാവുക. ഇത്തരം ഏതു പ്രവൃത്തിയിലൂടെ കടന്നു പോയാലും കിട്ടാവുന്ന മിനിമം ശിക്ഷ സങ്കല്പാതീതമായിട്ടുള്ള ഒരു ശിക്ഷയാണ്. അതിജീവിക്കാൻ കഴിയാത്ത വിധമുള്ള, കരകയറാനാവാത്ത വിധമുള്ള അഗാധങ്ങളിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെടുന്ന അനുഭവത്തിലേക്കൊക്കെ നമ്മൾ എത്തിപ്പെടും. അതുകൊണ്ട് കണ്ണീരെന്ന് പറയണത് ശുദ്ധീകരിക്കാൻ കഴിവുള്ളതാണ്. വ്യക്തിപരമായും കുടുംബപരമായും കൂട്ടായ്മകൾ ഒരുമിച്ചും സന്യാസത്തിലും പൗരോഹിത്യത്തിലുമൊക്കെ ആരെങ്കിലുമൊക്കെ സമൂഹത്തിൻ്റെ, കൂട്ടായ്മയുടെ, കുടുംബത്തിൻ്റെ ഇത്തരം പോരായ്മകൾക്ക് വേണ്ടി ദൈവത്തിനു മുമ്പിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ, ഈ കണ്ണീര് കഴുകി ഒരു സമൂഹത്തെ, ഒരു കുടുംബത്തെ, ഒരു ദേശത്തെ വിശുദ്ധീകരിക്കത്തക്ക വിധം അതിനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടാവണം. ഇങ്ങനെ അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അരികിൽ പോയി ചോദിച്ചത്, എനിക്ക് ഈ നാടിനു വേണ്ടി കരയാൻ ഒരു പ്രത്യേക ആശീർവാദം തരൂ. മറ്റാരും ചിന്തിക്കാത്ത, സാമാന്യ ബുദ്ധിക്ക് ഭ്രാന്ത് എന്നൊക്കെ വിളിക്കാൻ തോന്നുന്ന ഒരു പ്രവൃത്തി ഒരു മനുഷ്യൻ ചെയ്യുകയാണ്. അതായത് ഈ ദേശത്തിൻ്റെ പോക്കത്ര പന്തിയല്ലെന്ന്, ഈ ദേശവാസികളുടെ പ്രവൃത്തികൾ ശരിയല്ലെന്ന്, അന്ന് ഉള്ള സഭയും സമൂഹവും കൂട്ടായ്മകളുമൊക്കെ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യുന്നില്ലെന്ന് വലിയ നൊമ്പരത്തോടുകൂടെ മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ മാർപ്പാപ്പയുടെ അരികിൽ പോയി മുട്ടുകുത്തിക്കിട്ട് പറയാണ്, എൻ്റെ തലയിലൊന്ന് കൈവച്ച് പ്രാർത്ഥിച്ച് എന്നെ ഒന്ന് അനുഗ്രഹിച്ച് പറഞ്ഞയക്ക്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയണ്ടേ? ഈ ദേശത്തിന് വേണ്ടി, ഈ ജനത്തിനു വേണ്ടി, ഈ തകർന്നുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾക്ക് മുമ്പിൽ വിലപിക്കാൻ വേണ്ടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഓരോരുത്തർക്കും ഈ കടമയുണ്ട് എന്നറിയണം. അപ്പം ജീവിതത്തിൻ്റെ കണ്ണീരനുഭവങ്ങളെ, സങ്കടാനുഭവങ്ങളെ, നമ്മൾ പൊഴിക്കുന്ന കണ്ണീരിനെയൊക്കെ ഈ ഒരു ആത്മീയ ദർശനത്തിലൂടെ ഒന്ന് കാണാൻ പഠിച്ചാൽ അല്പം കൂടെ നമുക്ക് ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പം ക്രിയാത്മകമായിട്ടതിനെ അഭിമുഖീകരിക്കാനാവും. അതുകൊണ്ട് തന്നെയാണ് ബൈബിളിൽ 697 പ്രാവശ്യമെങ്കിലും ഈ കണ്ണീരിനെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. 697 പ്രാവശ്യം, 700 തവണ കണ്ണീരിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച്, കണ്ണീരിനോട് ബന്ധപ്പെട്ട വിഷയം വിശുദ്ധ ബൈബിളിൽ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് അതീവ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ് എന്ന് നമുക്ക് മറക്കാതിരിക്കാം. ബൈബിളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പം ഹെസക്കിയ രാജാവ് മരണഭീതിയിലായിരിക്കുമ്പം കണ്ണീര് പൊഴിക്കുന്നു. ഹാഗാർ മരുഭൂമിയിലൂടെ അലയുമ്പം വലിയ കരച്ചിൽ, കണ്ണീര് ദൈവ തിരുമുമ്പിലേക്ക് ഉയർത്തുന്നുണ്ട്. വീണ്ടും ജെറമിയ പ്രവാചകനെ കുറിച്ച് പറയുന്നത് വീപ്പിംഗ് പ്രോഫറ്റ് എന്നുവെച്ചാൽ വിലപിക്കുന്ന, കരയുന്ന ഒരു പ്രവാചകൻ. ബൈബിളിലുടനീളം പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴും ക്രിസ്തു കടന്നു പോകുന്ന വഴികളിലൊക്കെ ഇങ്ങനെ അന്ധരായ മനുഷ്യർ, കുഷ്ഠരോഗികളായ മനുഷ്യർ, ബത്സയിദ കുളക്കരയിൽ, ഇങ്ങനെ വിവിധങ്ങളായ ഇടങ്ങളിൽ ഇങ്ങനെ വിങ്ങിപ്പൊട്ടുന്ന, കരയുന്ന ജീവിതങ്ങൾ, കണ്ണീര് പൊടിക്കുന്ന ജീവിതങ്ങളെ കാണാൻ പറ്റും. നേരത്തെ സൂചിപ്പിച്ച മർത്ത, മറിയം സഹോദരിമാർ തങ്ങളുടെ ലാസർ എന്ന ആങ്ങളെ മരിച്ചു കഴിയുമ്പം ക്രിസ്തു സാന്നിധ്യമില്ലാതെ, ക്രിസ്തുവിൻ്റെ വൈകിയുള്ള വരവിൽ ഏറെ കൊതിയോട് കൂടിയിട്ട്, സങ്കടത്തോടു കൂടിയിട്ട് കരയുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഞാനും നിങ്ങളുമൊക്കെ വളരെ ബോധപൂർവം, ഏറെ ശ്രദ്ധയോട് കൂടിയിട്ട് ഈ കണ്ണീരിനെ, ഈ വിലാപങ്ങളെ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ടങ്ങ് എന്നെ ഉപേക്ഷിച്ചുവെന്ന് ക്രിസ്തു പ്രാർത്ഥിച്ച, സങ്കീർത്തകൻ പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥനാ വിചാരത്തെ തെല്ലുകൂടെ നമ്മളൊന്ന് ഗൗരവത്തിലെടുത്താൽ നമ്മളിപ്പോൾ കടന്നു പോകുന്ന സങ്കടങ്ങളും നമ്മുടെ കണ്ണീരും നമ്മുടെ വിലാപങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിലെ വിലയുള്ളതായിട്ട് മാറും. അതുകൊണ്ടാണ് 1930 ഇറങ്ങിയ ഒരു സിനിമയുണ്ട്, ഇൻസെൻസിബിൾ എന്ന് പറയുന്നൊരു സിനിമയാണ്. അതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് ശരീരത്തിൽ വേദന അനുഭവിക്കാൻ കഴിയാത്ത കുറേ കുട്ടികളെക്കുറിച്ചാണ്. ആ പിള്ളേരുടെ പ്രത്യേകത, അവർക്ക് ശരീരത്തിൽ വേദന എന്ന് പറയണത് ഒരു സാധനമില്ല. അവർക്കതൊരു പ്രേതബാധയാണെന്നൊക്കെ ആ നാട്ടുകാർ തെറ്റിദ്ധരിച്ചിട്ട് ഇവരെ ആളുകൾ ഒരു സന്യാസിയുടെ ഭവനത്തിൽ കൊണ്ടുപോയി തള്ളി. സന്യാസി കുറേ പരിശ്രമങ്ങൾ നടത്തിയിട്ടും കാര്യമായ പരിഹാരങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അവസാനം സംഭവിച്ചൊരു കാര്യം, ഇവരുടെ ജീവിതത്തിൽ
ഗവേഷകർ അന്വേഷിച്ചപ്പം വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചു, ഈ വേദന എന്ന് പറയുന്ന ഒരവസ്ഥ രൂപപ്പെടാൻ തക്ക വിധമുള്ള പല കാര്യങ്ങളും ഈ ശരീരത്തിലില്ല. അവസാനം സംഭവിച്ച ഒരു മഹാദുരന്തം ആ സിനിമയുടെ പശ്ചാത്തലം ഇങ്ങനെയാണ് പറയുന്നത്. ഒരു പട്ടാളക്കാരൻ ഈ കുട്ടികൾക്ക് ഈ പ്രത്യേകത ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് അവരെ പട്ടാളത്തിൽ ചേർക്കുകയും അതിക്രൂരമായിട്ടുള്ള പട്ടാളക്കാരുടെ പ്രവൃത്തികൾക്ക് വേണ്ടി അവരെ ഉപയോഗിക്കുകയും ചെയ്യാണ്. എന്നുവെച്ചാൽ ഒന്ന് ഓർത്ത് നോക്കുകയെ, ഒരു മനുഷ്യൻ്റെ ഈ വേദന എന്ന് പറയുന്നത് മനസ്സിലാകാൻ കഴിയാത്ത വിധമുള്ള ഒരവസ്ഥയെ ഉപയോഗിക്കുക എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ തമ്പുരാൻ്റെ വചനം വിശ്വാസിയോടും കേൾക്കുന്ന നിങ്ങളോടും പറയുന്ന എന്നോടും പറയാണ്, ജീവിതത്തിലുണ്ടാകുന്ന സങ്കടങ്ങളോട് നാം സ്വീകരിക്കേണ്ടത് വളരെ ആരോഗ്യകരമായിട്ടുള്ള അനുഗ്രഹീതമായിട്ടുള്ള ക്രിസ്തു മനസ്സാണ്. ഏറെ സങ്കടത്തിലൂടെ കടന്നു പോകുന്ന ബൈബിളിലെ കഥാപാത്രങ്ങളിൽ ജോബ് ഏറെ സങ്കടത്തിലൂടെ കടന്നു പോവുകയാണ്. നഷ്ടങ്ങൾ മാത്രമുള്ള ജീവിതത്തിൻ്റെ ഉടമയായിട്ട് തീരുന്ന അവസ്ഥയിലൂടെ പ്രിയപ്പെട്ടവരും പ്രിയപ്പെട്ടതും മുഴുവൻ നഷ്ടപ്പെട്ട് ശിരസ് മുതൽ പാദം വരെ വ്രണമായി മാറി, ഒട്ടുകഷണം കൊണ്ട് ശരീരം ചുരണ്ടി, ജീവിത പങ്കാളി പോലും തള്ളിപ്പറഞ്ഞ് ഇങ്ങനെ പ്രതിസന്ധിയുടെ നെറുകയിലായിരിക്കുമ്പോഴും എന്തേ ഉപേക്ഷിച്ചത് എന്നിങ്ങനെ ഉള്ളിൽ നിന്ന് വാക്കുകൾക്കപ്പുറം അസ്വസ്ഥതകളും കടന്നു വരുമ്പോഴും ആ മനുഷ്യനിങ്ങനെ അതിശക്തിയോടുകൂടിയിട്ട് ഉയർത്തെഴുന്നേറ്റ് അതികൃപയോടുകൂടിയിട്ട് നമ്മളോട് വിളിച്ചു പറയാണ്, ഇങ്ങനെയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും നീ ഓർക്കണം, മനുഷ്യനോ വൈദ്യശാസ്ത്രത്തിനോ ചുറ്റുപാടൊന്നിനുമോ നിന്റെ ജീവിതത്തിൻ്റെ ഇത്തരമൊരു പ്രതിസന്ധിയിൽ നിനക്ക് കരുത്താകാൻ കഴിയില്ല. നീ ഈ ഭൂമിയിലുള്ളതിനെയും അഭയമായി മാറുമെന്ന് കരുതിയതിനെയും ഒക്കെ വിട്ടിട്ട് ക്രിസ്തു പ്രാർത്ഥിച്ചതുപോലെ, സങ്കീർത്തകൻ ചെങ്കുപൊട്ടി കരഞ്ഞതുപോലെ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്താ എന്നെ ഉപേക്ഷിച്ചേ? ചുറ്റുപാടുമുള്ളവർ ഉപേക്ഷിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെയുള്ള സമയത്ത് സ്വർഗം നമുക്ക് വേണ്ടി ഇറങ്ങി വരും. നിശ്ചയമായിട്ടും ക്രിസ്തുവിൻ്റെ ഈ സങ്കടത്തിന് സ്വർഗം ഇറങ്ങി വന്നിട്ടുണ്ട്, ദൈവം ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അതൊരു രക്ഷാകര സഹനമായി ഇന്നും വാഴ്ത്തുന്നത്. നമ്മുടെ സഹനങ്ങളൊക്കെ, നമ്മുടെ ഇത്തരം വിളികളൊക്കെ രക്ഷാകരമാകാൻ ആഗ്രഹിക്കാം. രക്ഷാകരമാക്കാൻ നമുക്ക് ചുവട് വയ്ക്കാം. ഓർമ്മപ്പെടുത്തലുകൾ ഹൃദയത്തിൽ കുറിക്കാം. ഈ കണ്ണീര് വിലാപം ഒരു പ്രാർത്ഥനയാണ്. ഈ വിലാപം അവരൻ്റെ ഹൃദയത്തെ, ജീവിതത്തെ തൊട്ടുണർത്താൻ പര്യാപ്തമാണ്. ഉറവകളോളം എത്തുന്ന ഒന്നാണിത്. ഇത് പശ്ചാത്താപത്തിൻ്റെ അടയാളമാണ്. കണ്ണീര് നമ്മെ ശുദ്ധീകരിക്കാൻ, ചുറ്റുപാടുകളെ ശുദ്ധീകരിക്കാൻ സഹായകമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, സങ്കീർത്തകൻ്റെ പ്രാർത്ഥന അങ്ങയുടെ പ്രാർത്ഥനയായിരുന്നല്ലോ. രക്ഷാകര പദ്ധതിയിൽ സ്വമേധയ അങ്ങ് ഇറങ്ങി വന്നപ്പോഴും അവസാന നിമിഷം തെല്ലൊന്ന് മനസ്സ് പതർന്ന ദൈവം പോലും വിട്ടുപേക്ഷിച്ചുവെന്ന ചിന്ത, അതിൻ്റെ പുറകിൽ സ്വർഗമൊളിപ്പിച്ചു വെച്ച ഈ ആത്മീയ വിചാരം ഞങ്ങളുടേതുകൂടെ ആവട്ടെ. കരുത്തോടെ കണ്ണീരിനെ അനുഗ്രഹമാക്കാൻ, വിലാപങ്ങളെ പുണ്യമാക്കാൻ ഞങ്ങളെ സഹായിച്ചാലും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.